അല്പം പോലും അധ്വാനിക്കാതെ ഇങ്ങനെ റിലാക്സ് ചെയ്ത് ജീവിക്കുന്നതിൻ്റെ സുഖം അതൊരു പ്രത്യേക സുഖം തന്നെ. താങ്ക്സ് ടു എഞ്ചിനീയർ പ്രസാദ്. ഭവാൻ നീണാൾ വാഴട്ടെ. പ്രസാദ് സാറോ അതോ മണിയണ്ണനോ? ഭാഗ്യമോ നിർഭാഗ്യമോ? നിർഭാഗ്യമാണെങ്കിൽ ഞാൻ ചവിട്ടി പുറത്താക്കും. കമ്മിങ്. ആഹാ, ആരേത്? തിരക്കായ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് കൃഷ്ണേട്ടനോ? വാ വാ. മുടിഞ്ഞ സെറ്റപ്പ് ആണല്ലോ വിശാലെ. ഇരിക്കണം. എന്താ കൃഷ്ണേട്ടാ, അടിയൻ്റെ ഈ കുടിലേക്ക് വരാനുള്ള ഖേദു? ചാൻസ് ഉണ്ടെന്ന് പറയാനാണെങ്കിൽ ഒന്ന് വിളിച്ചാൽ മതിയായിരുന്നല്ലോ, ഞാൻ അങ്ങോട്ട് പറഞ്ഞു വരുമായിരുന്നില്ലേ. കളിയാക്കല്ലേ പൊന്നു മോനെ. അയ്യോ, ഞാനെന്തിനു കളിയാക്കണം? ഞാൻ വെറും ചീപ്പ്. അഭിനയിക്കാൻ ചാൻസ് തേടി അലയുന്ന ഒരു കൃമി. അതുപോട്ടെ, എൻ്റെ റോൾ എവിടെ വരെയായി? നായകൻ്റെ വേലക്കാരനോ അതോ നായികയുടെ ഡ്രൈവറോ? എന്തിനാ വിശാലെ എന്നോട് ഈ അഭിനയം? കോടീശ്വരനായ ഒരു പ്രൊഡ്യൂസർ കയ്യിലുള്ളപ്പോൾ വിശാലിന് ഇനി എന്താ പ്രശ്നം? ഇഷ്ടമുള്ള ഏത് റോളും ചെയ്തൂടെ? ബ്രഹ്മാവിനുണ്ടോ ആയുസിന് പഞ്ഞം? എനിക്കൊന്നും പിടികിട്ടുന്നില്ലല്ലോ കൃഷ്ണേട്ടാ. ഏത് കോടീശ്വരൻ്റെ കാര്യം കൃഷ്ണേട്ടൻ പറയുന്നേ? ദേ, പിന്നെയും തുടങ്ങി ആളെ കളിയാക്കാൻ. ആ എഞ്ചിനീയറുടെ കാര്യമാണ് ഞാൻ പറഞ്ഞേ. ഓ, ആ കോടീശ്വരൻ. അത് ശരിയാ. പ്രസാദ് സാറിൻ്റെ ഈച്ച് ആൻഡ് എവറി മൂവ് ഇപ്പം ഞാൻ പറയുന്ന പോലെ സാർ നിർമ്മിക്കുന്ന പടത്തിൻ്റെ ഫുൾ ചാർജ് എനിക്ക്. അങ്ങനെ വേണം. എന്ന് വെച്ചാൽ ഡയറക്ടറെയും ഹീറോയിനെയും മാത്രമല്ല, പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിനെ വരെ ഫിക്സ് ചെയ്യുന്നത് ഈ വിശാലിൻ്റെ വാക്കിൻ്റെ പുറത്താണെന്ന്. ഹോ, ഭാഗ്യവാൻ. അതെ, ഈ എഞ്ചിനീയർ നേരത്തെ ഗൾഫിലായിരുന്നു അല്ലേ? ആദ്യം ഗൾഫിൽ, പിന്നെ സിംഗപ്പൂരിൽ, പിന്നെ അമേരിക്കയിൽ, ഇപ്പൊ കേരളത്തിൽ. ഹോ, എന്നെ ഒന്ന് പരിചയപ്പെടുത്താമോ? അന്ന് പരിചയപ്പെടുത്തിയല്ലോ. അതൊരു പരിചയപ്പെടുത്തലാണോ? എൻ്റെ ഇതുവരെയുള്ള സർവീസും എക്സ്പീരിയൻസും ഒക്കെ വിശദമായി പറഞ്ഞ്. സർട്ടിഫിക്കറ്റ് ഉണ്ടോ? എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്? അതാവുമ്പോൾ ഒരുപാട് പറയാണ്ടെങ്കിൽ കഴിക്കാമല്ലോ. കളിയാക്കല്ലേ വിശാലെ. ഒരു ചെറിയ സഹായം മതി. പറയാൻ പ്രയാസമാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് തന്നാലും മതി. നേരിട്ട് പോയി ഇടിച്ചു കയറിക്കോളാന്നല്ലേ? ഇടിച്ചു കയറാൻ ബഹുമെടുക്കനാണെന്നറിയാം. എന്നിട്ട് ഹെൽപ്പ് ചെയ്ത് തന്നെ പുറത്താക്കുകയും ചെയ്യാം. ചങ്കിക്കുത്തുന്ന വർത്തമാനം പറയല്ലേ വിശാലെ. എന്നെപ്പറ്റി അങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത്? കഷ്ടമായി പോയി കേട്ടോ. എന്നെക്കൊണ്ടാവുന്ന സഹായം ആർക്കും. അതെ, എന്നെക്കൊണ്ടാവുന്ന സഹായം ഞാൻ ആർക്കും ചെയ്യും. അറിയാം, അനുഭവമുണ്ട്. അന്നൊരിക്കൽ ചാൻസ് വെച്ച് ഞാൻ ഡയറക്ടർ അഭയ് സാറിനെ കാണാൻ വന്നപ്പോൾ എന്നെ കളിയാക്കിയത് ഞാൻ മറന്നിട്ടൊന്നുമില്ല. അന്ന് വിശാൽ എൻ്റെ തന്തയ്ക്ക് വിളിച്ചില്ലേ? അതോടെ കടം തീർന്നില്ലേ? തീർന്നോ? പിന്നല്ലാതെ. ഇതൊന്നും മനസ്സിൽ വെച്ചോണ്ടിരിക്കല്ലേ മോനെ. നേരത്തെ കേട്ടിട്ടുണ്ടാ? എന്തോന്ന്? തന്തയ്ക്ക് വിളി. ഓ, അതൊക്കെ എന്നേ ശീലമായി. മോനിത് പറ. പ്രസാദ് മുതലാളിയോട് പറഞ്ഞ് എൻ്റെ കാര്യം ഉറപ്പിക്കാവോ? പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിൻ്റെ പോസ്റ്റിലേക്കല്ലേ? നോക്കാം. അതെ, നോക്കിയാൽ പോരാ, ഉറപ്പിക്കണം. ഏറ്റല്ലോ. സത്യത്തിൽ ഇക്കാര്യം പറയാനല്ല ഞാനിപ്പോൾ വന്നത്. ഉദ്ദേശിച്ച നായികയെ കിട്ടാഞ്ഞ് അഭയ് സാറിൻ്റെ പടം മുടങ്ങിക്കിടക്കുകയാണല്ലോ. രണ്ടാമതൊരെണ്ണം തട്ടിക്കൂട്ടി വന്നപ്പോൾ പ്രൊഡ്യൂസർ അത്ര സൗണ്ടല്ല. നേരത്തെ പറഞ്ഞ തുകയുടെ പകുതി പോലും പുള്ളിയുടെ കയ്യിലില്ല. ബെസ്റ്റ് പ്രൊഡ്യൂസറാണല്ലോ. അയാളെ പിടിച്ചോളാൻ പറ അഭയ് സാറിനോട്. അയാളെയും കുറ്റം പറയാൻ പറ്റില്ല. ലോ ബഡ്ജറ്റ് എന്ന് പറഞ്ഞു തുടങ്ങിയ പടം പിന്നെ ബിഗ് ബഡ്ജറ്റായി. ഈ സ്ഥിതി പോയാൽ പടം തീരുമ്പോൾ ഒരു 3 കോടിയെങ്കിലും വേണ്ടി വരും. ഇതൊക്കെ എന്നോടെന്തിനാ പറയുന്നത് കൃഷ്ണേട്ടാ? പറഞ്ഞു വരികയല്ലേ. ഒരു നല്ല പാർട്ട്ണറെ കിട്ടിയാൽ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ പടം കിടന്നു പോവും. ഇതിരി കിടക്കട്ടെന്നേ. ക്ഷീണം തീരുമ്പോൾ എഴുന്നേറ്റ് പോയിക്കോളൂ. കളി പറയല്ലേ വിശാലെ, കാര്യം സീരിയസാ. വിശാല് മനസ്സ് വച്ചാൽ നടക്കും. പ്രസാദ് മുതലാളിയെ ഒരു പാർട്ട്ണറാക്കിയാൽ പ്രശ്നം തീർന്നു, പടം നടക്കും. എന്തു പറയുന്നു? നല്ല കാര്യ. ഇതിപ്പോൾ കൃഷ്ണേട്ടൻ്റെ തലയിൽ ഉദിച്ചതോ അതോ ഡയറക്ടർ സാറിൻ്റെ വളഞ്ഞ ബുദ്ധിയോ? ഞാനൊരു മണ്ടനാണെന്നറിയാലോ. ഈ കോടീശ്വരൻ്റെ കാര്യം ഞാൻ സൂചിപ്പിച്ചപ്പോൾ അഭയ് സാർ തന്നെ പറഞ്ഞു വിട്ടതാ എന്നെ ഇങ്ങോട്ട്. പറ്റുമെങ്കിൽ കൂട്ടിക്കൊണ്ട് ചെല്ലാനും പറഞ്ഞു. അതെന്തിനാ കൂട്ടിക്കൊണ്ടിരുന്നേ? അയക്ക് ഇങ്ങോട്ട് വന്നൂടെ? രാജാവൊന്നും അല്ലല്ലോ, ഒരു ഡയറക്ടർ മാത്രമല്ലേ.
എനിക്ക് ആവശ്യമുണ്ടായിരുന്നപ്പോൾ എത്ര തവണ ഞാൻ അയാളെ കാണാൻ ചെന്നു ഇല്ലേ? ഇപ്പം ആവശ്യക്കാരൻ അയാളാ. സോ ഹി ഷുഡ് കം ടു മീ. ഇവിടെ വരണം, ഈ മുറിയിൽ. എന്താ പറ്റുമോ? വന്നാൽ മാത്രം പോരാ, ദേ ഇവിടെ ഇരുന്ന് വിശദമായിട്ട് ആവശ്യം എന്താണെന്ന് എന്നോട് പറയൂ വേണം. പറയൂ അയാള്. വിശാലെ, അത് എന്താ പറ്റില്ലേ? വേണ്ട. അത് അഭയ് സാറിന് അറിയാലോ. ഒരിടത്തും അങ്ങോട്ട് ചെന്ന് വേണ്ടെന്നേ, ആരും നിർബന്ധിച്ചു. പക്ഷെ പടം പിടിക്കാൻ പാർട്ട്ണറെ വേറെ അന്വേഷിക്കണം. ഞാൻ പറഞ്ഞു നോക്കാം. സാറ് വരുന്നെങ്കിൽ വരട്ടെ. ആഹാ, അത് ബുദ്ധി. കൃഷ്ണേട്ടന് കുടിക്കാൻ എന്തെങ്കിലും വേണോ? ചായയുടെ കാര്യം ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പൊ വേണ്ട, ഞാൻ പോയിട്ട് വരാം. വിശാലെ, മറ്റേ കാര്യം മറക്കല്ലേ. പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് അല്ലേ? അത് ഞാൻ ഏറ്റതല്ലേ, ചെയ്തിരിക്കും. അപ്പൊ ശരി. ഓക്കെ. ഇതൊരു വലിയ പ്രതികാരമൊന്നുമല്ല, ഒരു ചിന്ന റിവെഞ്ച്. ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തോന്ന് ജീവിതം. ഹലോ ഹലോ, യമുനല്ലേ? യമുനയല്ലേ എന്ന്? അതെ. അപ്പോൾ എനിക്ക് ഭാഗ്യമുണ്ട്. യമുന തന്നെ ഫോൺ എടുത്തല്ലോ. അല്ലെങ്കിൽ ഞാൻ എത്രമാത്രം ബുദ്ധിമുട്ടേണ്ടി വന്നേനെ. എത്ര ദിവസമായി ഈ ശബ്ദം ഒന്ന് കേട്ടിട്ട്, എത്ര ദിവസമായി ഒന്ന് കണ്ടിട്ട്. എന്താ, യമുനയ്ക്ക് എന്നെ കാണാൻ തോന്നുന്നില്ലേ? അത് പക്ഷേ എന്നെ സംബന്ധിച്ച് ഒരു പക്ഷേയില്ല. എനിക്ക് തന്നെ കാണണം, കണ്ടേ പറ്റൂ. ഐ മസ്റ്റ് സീ യു. ഇന്ന് തന്നെ. ഇന്നോ? അതെ, ഇന്ന്. വേണ്ട, ഇന്ന് പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? യമുനെ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു. യമുന എന്നെ കാണാൻ ആഗ്രഹിക്കുന്നില്ലേ? ഉണ്ട്. പിന്നെന്താ തടസ്സം? തടസ്സമുണ്ട്. ചുറ്റും കണ്ണുകളാ. ഞാൻ പുറത്തേക്ക് ഇറങ്ങിയ പ്രശ്നവും. ഓഹോ, അങ്ങനെയാണോ? സാരമില്ല, യമുന ഇങ്ങോട്ട് വന്നാലേ പ്രശ്നമുള്ളൂ. വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. അയ്യോ, അത് വേണ്ട. ആ, എങ്കിൽ ഞാൻ പറഞ്ഞ അനുസരിക്കേ, ഇങ്ങോട്ട് വാ. എന്നെ ഇങ്ങനെ ധർമ്മസങ്കടത്തിലാക്കല്ലേ. ഏയ്, ഒന്നുമില്ല. അല്ല, എന്നെ ഇങ്ങനെ ധർമ്മസങ്കടത്തിലാക്കല്ലേന്ന്. ധർമ്മസങ്കടത്തിലാക്കുന്നത് ഞാനോ അതോ യമുനയോ? എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത് യമുനെ. ഈ സസ്പെൻസ് എനിക്ക് ഇനി സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് നേരിൽ കാണുമെന്ന് പറഞ്ഞ് ഫൈനൽ ഡിസിഷൻ എടുക്കാൻ. അത് കഴിഞ്ഞാൽ പിന്നെ ശല്യം ഉണ്ടാവില്ല. അതുകൊണ്ട് യമുന ഇന്നിവിടെ വരണം, എൻ്റെ വീട്ടിൽ. സമയം ഞാൻ പറയുന്നില്ല, ഏത് സമയത്ത് യമുനയ്ക്ക് വരാം. ഞാൻ വെയിറ്റ് ചെയ്യും. വരില്ലേ? വരാം. യമുനെ, ആരായിരുന്നു ഫോണിൽ? അത് ഒരു ഫ്രണ്ടാ. പേരില്ലേ ഫ്രണ്ടിന്? ആനി. എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. ഇടയ്ക്ക് പഠിത്തം മതിയാക്കി വിവാഹം കഴിഞ്ഞു പോയി. ഗൾഫിലായിരുന്നു. ഇപ്പോ അവധിക്ക് നാട്ടിൽ വന്നിരിക്കുക. അവക്ക് എന്നെ കാണണോന്ന് പറഞ്ഞു. ഇങ്ങോട്ട് വരുന്നുണ്ടോ? ഇല്ല, അങ്ങോട്ട് ചെല്ലാവോന്ന് ചോദിച്ചു. ചെല്ലാന്ന് ഞാൻ പറഞ്ഞു. അവള് ബെഡ് റെസ്റ്റിലാ. ഞാൻ പോയിക്കോട്ടെ അച്ഛാ. വയ്ക്കോ. പക്ഷേ യാത്രകൾ കഴിവതും ഒഴിവാക്കുന്നതാണ് ഭംഗി, നിനക്കും കുടുംബത്തിനും.
സൗദിയിൽ നിന്ന് വന്നത് മുതൽ യാത്രയോട് യാത്ര. ഇന്ന് എങ്ങോട്ടാ യാത്ര? എങ്ങോട്ടുമില്ല, സ്വസ്ഥം ഗൃഹഭരണം. അതായത് ഇന്നൊന്നും കഴിക്കണ്ടെന്നർത്ഥം. താൻ വീട്ടിലുണ്ടെങ്കിൽ താൻ പാചകം ചെയ്യുന്ന ആഹാരമല്ലേ ഭർത്താവിന് കഴിക്കാൻ പറ്റൂ. ജോലിക്കാരിയെ കിച്ചണിൽ കയറ്റില്ലല്ലോ. ഞാൻ വെക്കുന്ന ആഹാരം അത്രയ്ക്ക് ബോറാ? ബോറായാലും ഞാൻ കഴിക്കുന്നുണ്ടല്ലോ. അങ്ങനെ കഷ്ടപ്പെട്ട് ആരും കഴിക്കൊന്നും വേണ്ട. ജോലിക്കാരികൾ തന്നെ ഇന്ന് കിച്ചണിൽ കയറിക്കോളും. ഞാൻ വെറുതെ ഒരു മൂലക്കിരുന്നോളാം. മുഖം വീർപ്പിച്ചിരിക്കുക ഇന്നത്തേക്കായി. എടോ, ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. ഒരർത്ഥത്തിൽ ഞാൻ ഭാഗ്യവനാ. കിച്ചണിൽ കയറുന്നത് മഹാ അപരാധമായി കരുതുന്നവരാ ഈ കൊത്തിലെ പെൺകുട്ടികൾ. ആ നിലയ്ക്ക് ഭർത്താവിന് താൻ തന്നെ സ്വയം പാചകം ചെയ്ത് കൊടുക്കണം എന്നൊരു വാശി തനിക്കുണ്ടല്ലോ. ഐ ആം റിയലി ലക്കി മൈ ഡിയർ ബെസ്റ്റ് ഓഫ്. സോപ്പിടല്ലേ, സോപ്പിടല്ലേ. ആരാ നോക്ക്. യമുനയോ? അത്ഭുതമായിരിക്കുന്നല്ലോ. വാ, അകത്തേക്ക് വാ. ഇച്ചായ, ഇതാ ഞാൻ പറയാറുള്ള. ഓ, മനസ്സിലായി മനസ്സിലായി. യമുനയുടെ രൂപം മുഴുവൻ ഇവളെന്റെ മുന്നിൽ വരച്ചു കാട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ആളിന്റെ പേര് പറഞ്ഞില്ലെങ്കിലും എനിക്ക് തിരിച്ചറിയാം. യമുനെ, ഇതാണ് എന്റെ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി. നീ ഫോട്ടോയിലല്ലേ കണ്ടിട്ടുള്ളൂ? നേരിട്ടോ അതോ ഫോട്ടോയിലോ കൂടുതൽ ഗാംഭീര്യം? രണ്ടിലുമല്ല, യുദ്ധഭൂമിയില. കണ്ടില്ലേ, ഭയങ്കര ഹ്യൂമർ സെൻസാ. ഇവിടെന്ന് കിട്ടിയതാ. അതിരിക്കട്ടെ, നീ എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? ഒരു ഫോൺ പോലും ചെയ്തില്ലല്ലോ. വഴിതെറ്റി വന്നതാ? അല്ല, വഴി ചോദിച്ചറിഞ്ഞു തന്നെ വന്നതാ നിന്നെ കാണാൻ. ഏതായാലും നീ വന്നല്ലോ, ഒരുപാട് സന്തോഷായി. അതെ, ഞങ്ങൾ ഇത്തിരി സ്വകാര്യ സംഭാഷണത്തിന് പോവാ. അത്രയും നേരം തിരുമനസ് ഇവിടെ ഇരുന്ന് സുഖമായി ബോറടിച്ചോ? ആയിക്കോട്ടെ, വാ, മുകളിലേക്ക് പോവാം. ആ. നിന്നെപ്പറ്റി എപ്പോഴും ഞാൻ ആലോചിക്കും. ടീനേജിന്റെ ഇളക്കങ്ങളിൽ ഞങ്ങളൊക്കെ പെട്ടുപോയപ്പോഴും ഒരു ടെംപ്റ്റേഷനും വഴങ്ങിക്കൊടുക്കാതെ നിന്ന നീ അന്നൊക്കെ എത്ര ബോൾഡായിരുന്നു. അത്ഭുതം തോന്നിയിട്ടുണ്ട് ഞങ്ങൾക്ക്. സത്യത്തിൽ ചില്ലറ റൊമാൻസിലൊക്കെ കുരുങ്ങിക്കിടന്നതുകൊണ്ട് നിന്റെ മുമ്പിൽ വരാൻ പോലും ഞങ്ങൾക്കൊക്കെ ജാള്യതയായിരുന്നു, സ്വല്പം പേടി. ആ നീയാ ഇപ്പൊ ഇങ്ങനെ ദുർബലമായിട്ട് ടെൻസ്ഡ് ആയിട്ട് ഇരിക്കുന്നത്. വിശ്വസിക്കാനാവുന്നില്ല യമുനെ നിന്റെ ഈ മാറ്റം. നീ പറഞ്ഞത് ശരിയാ. ഞാൻ പഴയ യമുന അല്ലാതായി കഴിഞ്ഞു. അന്ന് നിങ്ങളെയൊക്കെ വിമർശിച്ചിരുന്ന ആ യമുന, ആ ക്രിട്ടിക്, ഇപ്പൊ എവിടെയാണെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാനി. നീ പറഞ്ഞ പോലെ ടീനേജിന്റെ കോമളിത്തരങ്ങളിൽ നിന്നൊക്കെ മാറി നടന്നപ്പോ ലക്ഷ്യം പഠിത്തം മാത്രമായിരുന്നു, ഉയർന്ന റിസൾട്ടായിരുന്നു. എന്നിട്ട് ഒടുവിൽ സംഭവിച്ചത് പരീക്ഷാ ഹാളിൽ ഒരു അക്ഷരം പോലും ഓർമ്മ വരാതെ, എഴുതാൻ കഴിയാതെ. സാരമില്ല, നീ വിഷമിക്കാതെ. അടുത്ത ചാൻസ് എഴുതാലോ. ഈ കുറവ് അപ്പൊ കോമ്പൻസേറ്റ് ചെയ്തൂടെ? ഇല്ല അനി, അച്ഛൻ തീരുമാനം എടുത്തു കഴിഞ്ഞു. മാർച്ചിനും സെപ്റ്റംബറിലുമായി മാറി മാറി പരീക്ഷ എഴുതുന്ന ഒരു മകളെ അല്ല അച്ഛൻ സങ്കല്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ എന്റെ തെറ്റിനുള്ള ശിക്ഷയും അച്ഛൻ കണ്ടെത്തി കഴിഞ്ഞു. എത്രയും വേഗം എന്റെ വിവാഹം നടത്താനായി അച്ഛൻ മാരേജ് ബ്യൂറോയിൽ എന്റെ പേര് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഇത്ര പെട്ടെന്ന്? പെട്ടെന്ന് തന്നെ.
ബ്യൂറോയിൽ നിന്ന് ഇഷ്ടംപോലെ ലെറ്റേഴ്സ് വരുന്നുണ്ട്. ജാതകവും യോഗ്യതയും ഒക്കെ നന്നായി ചേരുന്നൊരു പ്രപ്പോസൽ ഒത്തുവന്നാൽ അതിന് ഞാൻ കഴുത്ത് നീട്ടി കൊടുക്കേണ്ടി വരും. അതിലെന്താ കുഴപ്പം? നല്ല ആലോചന വന്നാ ഉറപ്പായി നീ അതിന് സമ്മതിക്കണം. സമ്മതിച്ചില്ലെങ്കിൽ അതിന് പല ദുർവ്യാഖ്യാനങ്ങളും ഉണ്ടാവും. പ്രസാദേട്ടന് നീയുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ പറ്റി എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ശരിയാ. ഇപ്പൊ തന്നെ ഞാൻ നിന്നെ കാണാനെന്ന് പറഞ്ഞിറങ്ങിയപ്പോ അച്ഛൻ എന്തൊക്കെയോ സംശയങ്ങളുണ്ടായിരുന്നു. സംശയിക്കുന്നതിൽ ഒരത്ഭുതവും ഇല്ല. കാര്യങ്ങളുടെ കിടപ്പ് അങ്ങനെയല്ലേ. അതുകൊണ്ട് അച്ഛൻ പറയുന്നത് എന്താണോ അതങ്ങ് സമ്മതിക്കുന്നതല്ലേ നല്ലത്. പക്ഷെ ആനി, എന്താ എന്തെങ്കിലും തടസ്സമുണ്ടോ? എന്താണെന്ന് പറയേ. തടസ്സമുണ്ട് ആനി. എന്ത് തടസ്സം? പ്രസാദേട്ടൻ? അതെ. എനിക്ക് മനസ്സിലാവുന്നില്ല യമുനെ. നീ എന്ത് കഥയില്ലായ്മയൊക്കെയായി പറയുന്നത്? കല്യാണം കഴിഞ്ഞൊരു മനുഷ്യൻ, അതും നിന്റെ ചേച്ചിയുടെ ഭർത്താവ്, എങ്ങനെയാ നിന്റെ ജീവിതത്തെ തടസ്സമാവുന്നേ?